ഞാൻ ഡെർമാറ്റിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല. ഐ എം നോട്ട് എ സർട്ടിഫൈഡ് ആരെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ഒന്നുമല്ല. ആൻഡ് ആസ് എ പേഴ്സൺ ഹു ഹാഡ് എ ലോട്ട് ഓഫ് ആക്നെ ആൻഡ് സ്കാർ ഇഷ്യൂ ഞാനും പല പ്രോഡക്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹായ് ഗൈസ്, ഡിസ്ക്ലെയിമർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ആരംഭിക്കാം. ഞാൻ വയനാട്ടുകാരിയാണെന്ന് മേ ബി എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാം. ഇവിടെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശക്തമായിട്ട് മഴയാണ്. ശക്തമായ മഴയിലുപരി പറയുകയാണെങ്കിൽ നിർത്താണ്ട് മഴയാണ്, ഫുൾ ടൈം മഴയാണ്. അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ കുട എടുത്ത് വെച്ചിട്ട് പോകണമെന്നില്ല, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള മടിച്ചുകളൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ബിൽഡിങ്ങിൽ നിന്നിപ്പോൾ ഈവൻ റിസപ്ഷനിലോട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ടോ അല്ലെങ്കിൽ ഈവൻ വേറൊരു ബ്ലോക്കിലോട്ടോ പോകണമെങ്കിൽ ഞാനെപ്പോഴും കുട എടുക്കില്ല, ഞാനങ്ങ് ഓടുക ചെയ്യും. അങ്ങനെ ഓടി മഴ കൊണ്ടതിൻ്റെ ഭാഗമായിട്ട് തൊണ്ടയിൽ കിരികിരിക്കലും പിന്നെ വയ്യായികയും വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഭയങ്കര എനർജറ്റിക്കായി ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണമെന്നില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് അടിപൊളിയായി സംസാരിക്കാൻ. ചിലപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ ഇങ്ങനെയായിരിക്കും തുടങ്ങുക, ചിലപ്പോൾ താഴോട്ട് എത്തുമ്പോഴേക്കും ഇങ്ങനെ ക്ഷീണിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് പറയണമെന്ന് തോന്നും. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ, സേഫായി സെറ്റായിരിക്കുക. നല്ല മഴയൊക്കെ ആണെങ്കിൽ കഴിവതും മക്കളെ വിടാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളെ വീട് ഈ ലാൻഡ് സ്ലൈഡ് ഏരിയയിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ലാൻഡ് സ്ലൈഡ് ഏരിയയിലാണെങ്കിൽ വേണ്ട പ്രിക്കോഷൻസും അലാം വാമിങ് അങ്ങനത്തെ പോലെ കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്യുക. നിങ്ങളതായ രീതിയിൽ നോക്കുക, ബെറ്റർ ആയിരിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വിഷയം മേ ബി ഫ്രം മൈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കൂടിയും തമ്മിൽ കൂടിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറൊരു ബ്യൂട്ടി വ്ളോഗർ ആയിട്ടുള്ള ആൾ പറയുന്നത് ഷീസ് നോട്ട് എ ബ്യൂട്ടി വ്ളോഗർ, ഷീസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എന്നാണ് പറയുന്നത്. ആളുടെ വീഡിയോ ആണ് സംസാരിക്കാൻ പോകുന്നത്. ബ്ലഷ് വിത്ത് ആഷ് ചാനലിൻ്റെ പേര് ബ്ലഷ് വിത്ത് ആഷ്, ആളുടെ പേര് ഐശ്വര്യ എന്നാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു ചാനലാണിത്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടൻറ്റ് ചെയ്ത് റീച്ച് ആയിട്ടുള്ള എല്ലാ ടീമുകൾക്കും പ്രൊമോഷൻ കിട്ടുന്നു. ഈ പ്രൊമോഷനിൽ കൂടെ പല പ്രൊഡക്റ്റുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ച് കാലം ബാക്കോട്ട് പോവുകയാണെങ്കിൽ വളരെ ചുരുക്കം വ്ളോഗേഴ്സാണ് ഉണ്ടായിരുന്നത്. ഭയങ്കരം അവരെപ്പോഴും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈവൺ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും അവരത് നോക്കി കണ്ട് വായിച്ച് മനസ്സിലാക്കി നല്ല രീതിയിലാണ് റിവ്യൂ ചെയ്യുന്നത്. അങ്ങനെ റിവ്യൂ ചെയ്യുന്ന വളരെ ചുരുക്കം ചാനൽസാണ്. ഞാനൊരു പേര് മെൻഷൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ റിവ്യൂ ചെയ്യുന്നതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ചാനലാണ് ഓഫ് കോഴ്സ് ബ്ലഷ് വിത്ത് ആഷ്. ഇറ്റ്സ് ബീൻ എ ലോങ്, കുറേ വർഷങ്ങളായി ഞാനിവിടെ സബ്സ്ക്രൈബറാണ്, വീഡിയോസ് കാണലുണ്ട്. എനിക്കവരുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഈവൻ അവരുടെ ഫസ്റ്റ് ബേബീൻ്റെ ഒരു ചെറിയ പ്രായം തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ബേബി ഉണ്ടാവുന്ന ഫേസിലൊക്കെ ഞാൻ സബ്സ്ക്രൈബറാണ്. ഇപ്പോൾ രണ്ടാമത്തെ ബേബി LKG എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കുക ഹൗ ലോങ് ഐ എം ഹാവ് സബ്സ്ക്രൈബർ. പിന്നെ ആളുടെ വീഡിയോസ് ഞാൻ കാണലുണ്ട്, ആളുടെ കോണ്ടൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അന്നും ഇന്നും ആളുടെ കോണ്ടൻറ്റ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കഴിവുള്ള, ഒരുപാട് എഫോർട്ട് യൂട്യൂബിന് വേണ്ടി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനുള്ള റീച്ച് കിട്ടിയിട്ടില്ല. സ്റ്റിൽ നൗ 1 മില്യൺ എത്താത്തൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ബ്യൂട്ടി വ്ളോഗേഴ്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലുള്ള ഒരാളാണ് ഓഫ് കോഴ്സ് ദിസ് ബ്ലഷ് വിത്ത് ആഷ് എന്ന് പറയുന്നത്. അവരുടെ ഒറ്റ കോണ്ടൻറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഹാലോവൻ ടൈമിൽ കുറേ ലുക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളിൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അത്രയ്ക്ക് എഫോർട്ട് എടുത്ത് അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവർ പലതും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഗ്രോത്ത് അവർക്ക് പേഴ്സണലി ഉണ്ടാകുന്നില്ല എന്നുള്ളത് എനിക്കെന്നോ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിലും കൂടുതൽ എന്തൊക്കെയോ സംഭവങ്ങൾ കാണിച്ചു കൊണ്ട് പോകുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് ബെനിഫിറ്റ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ആൾ. ഇന്നലെ ഒരു Q&A വീഡിയോ ഇട്ടു. ആ Q&A വീഡിയോയിൽ ആദ്യത്തെ ഒരു 7-8 മിനിറ്റ് ആൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് മെയിനായിട്ട് ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആൻഡ് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഹൈപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു സംസാരമാണ്. അത് കേട്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ authenticity while doing brand collabs. ഫസ്റ്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് ഡോണ്ട് കോൾ മീ ഇൻഫ്ലുവൻസർ. ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ, ഐ ആം എ കോണ്ടന്റ് ക്രിയേറ്റർ. അന്നും ഇന്നും എന്നും ഞാൻ എൻ്റെ കോണ്ടന്റ്സ് ആണ് ഇടുന്നത്. ഐ ആം നോട്ട് ട്രൈയിങ് ടു ഇൻഫ്ലുവൻസ് എനിബഡി ഇൻ എനി മീൻ. ബട്ട് നമ്മൾ പറയുന്നതോ നമ്മൾ ചെയ്യുന്നതോ കാര്യം കൊണ്ട് പലർക്കും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോവാ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ ആം എൻ ഇൻഫ്ലുവൻസർ. ഐ ആം എ പ്രോപ്പർ കോണ്ടന്റ് ക്രിയേറ്റർ. സോ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇൻഫ്ലുവൻസർ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ അല്ലേ എന്ന് പറയുന്നത് ഒഴിവാക്കണം എന്നാണ് ഫസ്റ്റ് എൻ്റെ റിക്വസ്റ്റ്. അപ്പൊ ഞാനിപ്പോ
ഞാൻ ഇതാ പറഞ്ഞത് ആളെ തന്നെ മെൻഷൻ ചെയ്യുന്നത് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ആളതായ രീതിയിലുള്ള കോണ്ടന്റ്സ് ഉണ്ടാക്കുന്നു, അത് ക്രിയേറ്റ് ചെയ്യുന്നു, അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നു, ഇടുന്നു. അപ്പോൾ ഇവിടെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു സാധനം വരാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വൈ ദിസ് ബ്യൂട്ടി വ്ളോഗേഴ്സ് ആർ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേജിൽ ഒരു 10 പ്രൊഡക്റ്റ് കാണിച്ചു എന്ന് കരുതുക. അതിൽ ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ ഒരു വ്യക്തി യൂസ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് അവനെന്താ പറയുക, നിങ്ങളെ പേജ് പ്രൊമോട്ട് ചെയ്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്നിലൊരു മാറ്റം ഉണ്ടായത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ അവർക്കൊരു വിശ്വാസം വരും. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ആക്കാനും യൂസ് ചെയ്യാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫ് ഒരിക്കലും ഒരു വ്യക്തി കോപ്പി അടിക്കുന്നത് ഈ പ്രൊമോഷൻ്റെ കേസിൽ മാത്രമല്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ രീതി, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, നിങ്ങൾ വാങ്ങുന്ന ബാഗ്, ഹവ്യൂ സ്റ്റൈൽ, ഇതിലൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെയിൻലി ഒരു കോളേജ് പ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒരു 18 above ഉള്ള കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാണിക്കുന്ന ഡ്രസ്സൊക്കെ, ഈ ഡ്രസ്സ് കൊള്ളാം, അത് വാങ്ങുക. ലൈക്ക് ഐ ട്രൈഡ് എ ലോട്ട്, ഞാനും വാങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഫ്ലിപ്കാർട്ട് തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു 10 എണ്ണേ നോക്കും. ഇവരാകുമ്പോൾ കുറേ റെഫർ ചെയ്ത് കുറേ വെറൈറ്റി കാണുമ്പോൾ ചിലത് നല്ലതാണ്, ക്ലോത്ത് നല്ലതാണ്, എനിക്ക് ചേരും എന്ന് തോന്നുമ്പം, അപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസുകൾ, നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതി, നിങ്ങളുടെ മേക്കപ്സ്, ഈ സാധനങ്ങളൊക്കെ ജനങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട് അറിയാം, ചില ഇൻഫ്ലുവൻസേഴ്സിന് ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്കറിയില്ല, പൊതുവേ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ആരും ഇപ്പോൾ കല്യാണീൻ്റെ വീഡിയോ തന്നെ റിയാക്ട് ചെയ്ത സമയത്ത് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് നോക്കിയപ്പോൾ അതിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചി ഒരു വോയിസ് എനിക്കിടുമോ, ചേച്ചി എന്നോട് എന്തെങ്കിലും ഒന്ന് പറയാവോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അതിന് റിപ്ലൈ ആയിട്ട് വോയിസ് ഇടും, അങ്ങനത്തെ കുറേ. അപ്പോൾ നിങ്ങൾ അത്രത്തോളം ആരാധിച്ച് എന്തോ വലിയ സംഭവമാണെന്ന് കണ്ട് നടക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അത് തെറ്റ് എന്നല്ല പറയുന്നത്, മേ ബി നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും അതും ഇതൊക്കെ കണ്ട് അന്ധമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് നിങ്ങളിൽ തോന്നി, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളും ഒരു ഇൻഫ്ലുവൻസർ എന്ന് ഒരിക്കലും പറയുന്നില്ല. ഈവൻ ഞങ്ങൾ പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറയില്ല, പക്ഷെ കണ്ടുവരുന്ന ഒരു പേരാണ് ഇൻഫ്ലുവൻസ്. പറയാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് / ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന ബ്രാൻഡഡ് കൊളാബറേഷൻസിന് ഭയങ്കര അധികം ഹെയ്റ്റ് ആണ്. ഈവൻ ദോ ഒതന്റിക് ആയിട്ടുള്ള പ്രോപ്പർ റിവ്യൂസ് ഇട്ടാൽ പോലും അത് പ്രൊമോഷൻ അല്ലേ എന്ന് സംസാരിക്കുന്ന ഒരു രീതി ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മണി ഉണ്ടാക്കുന്നത്, ഇപ്പം മണി എത്രത്തോളം ഉണ്ടാക്കും? ബ്ലഷ് വിത്ത് ആഷിൻ്റെ ചാനലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന പറയുന്ന സമയത്ത് വേണേൽ പറയാൻ പറ്റും, നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ അത് വളരെ മോശമാണെന്ന്. നമ്മളത് പറയുന്നത് ഒരാഴ്ചയിൽ 2 സൺസ്ക്രീന്, 3 ആഴ്ച കൂടുന്ന സമയത്ത് 3 സെറം, ഇങ്ങനെ ഒരു അന്തവും ലടക്കവും ഇല്ലാണ്ട് ഒരു മാസത്തിൽ തന്നെ 1-ലധികം പ്രൊഡക്റ്റുകൾ വലിച്ചു വാരി പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സോ കോൾഡ് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഒതൻറ്റിസിറ്റീനെ ഈവൻ സബ്സ്ക്രൈബേഴ്സ് ചോദ്യം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ആൻഡ് ഇവർ യൂസ് ചെയ്താണ് ഈ പ്രൊഡക്റ്റ് കാണിക്കുന്നത് എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ഇന്ന് യൂസ് ചെയ്തിട്ട് പറയുകയാണ് ഈ സൺസ്ക്രീൻ ഈസ് ബെസ്റ്റ് ഫോർ ദ സ്കിൻ, 2 ആഴ്ച കഴിഞ്ഞിട്ട് പറയുകയാണ് ഈ സൺസ്ക്രീൻ ഈസ് ബെസ്റ്റ് ഫോർ ദ സ്കിൻ, സ്കിന്നിലോട്ട് ഇറങ്ങി ചെല്ലുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് പറയുകയാണ് ഈ സൺസ്ക്രീൻ തേച്ചാൽ വൈറ്റ് കാസ്റ്റ് ഇല്ല. 4 ദിവസം കഴിഞ്ഞിട്ട് പറയുകയാണ്. അപ്പം ഇതിനെ എങ്ങനെയാണ് ബ്യൂട്ടി വ്ളോഗേഴ്സിനെ ഭയങ്കര മോശമാക്കി പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നത്? എത്രത്തോളം പൈസ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ മെജോറിറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കുറെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, ഒന്നും എടുക്കാൻ ഒരു പണി എന്ത് സുഖമായിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു, അതൊരു വലിയ കൺസേൺ ആണ്. ഫസ്റ്റ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും ട്രൈപോഡും റിംഗ് ലൈറ്റും ഉള്ളത് ഞാൻ പല പ്രാവശ്യം മനസ്സിലാക്കിയ സത്യമാണ്. ആ ഒരു ചിന്താഗതി ഉള്ള ആൾക്കാർക്ക് യു ക്യാൻ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് യുവർ കോണ്ടന്റ് റൈറ്റ് നൗ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ചെയ്തു തുടങ്ങുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൽട്ടീസ് ദാറ്റ് യു ഗൈസ് ആർ ഗോയിങ് ടു ഫേസ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പൊ അതുകൊണ്ട് എന്ത് ജോലി ചെയ്യുന്നത് പോലെയും ഇതിനും ഈക്വൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ കമ്മിങ് ടു ദി, അത് ആൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ എൻ്റെ വീഡിയോൻ്റെ താഴെയും ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ട് പറയുമോ സുഖല്ലേ, 4 വരദൂഷണം പറഞ്ഞാൽ പോരെ, തോന്നുക. ഇന്നിപ്പോൾ സമയം നോക്കി ഏകദേശം കറക്റ്റ് 7:30 ആയിട്ടുണ്ട് സമയം. 7:45 എനിക്ക് ബസ്.
എനിക്ക് 15 മിനിറ്റ് കൊണ്ട് വീഡിയോ എടുത്തിട്ട് എനിക്ക് ബസ് കയറാൻ താഴെ എത്തണം. എന്നാലേ എൻ്റെ വർക്കിന് എനിക്ക് കറക്റ്റ് ടൈം എത്താൻ പറ്റും. ഇനി വർക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുക 5:30ക്കാണ്. ഈ 5:30ക്ക് ഞാൻ തിരിച്ചെത്തി എന്ന് കരുത്, 5:30ക്ക് ഞാൻ തിരിച്ചെത്തി. എല്ലാവരും രാവിലെ പോയി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു റെസ്റ്റാണ് ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് നമ്മൾ കൗൺസിലേഴ്സ്, നമ്മൾ മെൻ്റലി പല കേസസും കണ്ട് ഭയങ്കര ഡ്രെയിൻഡായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനിലും എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഞാൻ എഗെയിൻ എണീക്കണം. എഗെയിൻ ഞാൻ എന്ത് ചെയ്യണം? പോകണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്. ഒരു വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, തമ്പ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമേ അല്ല. അപ്പം അങ്ങനത്തെ വല്ല സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ പാട് മനസ്സിലാവും. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടാൽ വിത്തിൻ സെക്കൻഡ് റീച്ചും കയറൂല. അതും അടുത്തൊരു കാര്യമാണ്. നമ്മൾ ഇട്ടിട്ട് ജനങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഗാനിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സ് വന്നാൽ മാത്രമേ റീച്ചും ഉണ്ടാവും. അതും എളുപ്പമല്ല. എന്താ പറയാ, ഒതന്റിസിറ്റി, ഞാൻ എങ്ങനെയാണ് എൻ്റെ ബ്രാൻഡഡ് കോണ്ടന്റ്സിന്റെ ഒതന്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ വലിച്ചുവാരി പ്രൊമോഷൻസ് ചെയ്യാറുണ്ടോ? എൻ്റെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എൻ്റെ യൂട്യൂബ് ആണെങ്കിലും നിങ്ങളെടുത്ത് നോക്ക്. ഒരു സാധാരണ ഒരു ബുട്ടീക്കിൻ്റെ ആണെങ്കിലും ജ്വല്ലറിയുടെ ആണെങ്കിലും പ്രോഡക്ട്സിൻ്റെ ആണെങ്കിലും സ്കിൻ കെയർ, മേക്കപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ എത്ര സൂക്ഷിച്ചിട്ടാണ് ഞാൻ കോണ്ടന്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോഷൻസ് എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ പേജ് നോക്കിയാൽ മനസ്സിലാവും. ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ എത്ര പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പ്രൊമോഷൻ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ #ൽ ആഡ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്ത് നോക്കുക, നിങ്ങൾ തന്നെ എൻ്റെ യൂട്യൂബ് ഷോർട്സും ലോങ് വീഡിയോ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയൂ ഞാൻ എത്രത്തോളം എൻ്റെ ഒതന്റിസിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ നമ്മൾ മുന്നേ ഒത്തിരി കൊല്ലം, ഒരു 9 കൊല്ലമായി ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത്രയും മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും കുറച്ച് ഒതന്റിസിറ്റിയും കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടുതലായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിലേക്ക് വന്നത് തന്നെ പൈസ ഉണ്ടാവുമോ കിട്ടുമോ എന്ന് പോലും അറിയാണ്ടാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കോണ്ടന്റ് കൊടുക്കാനാണ് താല്പര്യം, ഒതന്റിക് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കാൻ നമുക്ക് അന്നും ഇന്നും താല്പര്യം. പക്ഷെ മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ ചെയ്യുന്നവര് എല്ലാവരും പൈസ കിട്ടും അല്ലെങ്കിൽ ഇത്രയും പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയിലാണ് വന്നേക്കുന്നത്. രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അന്ന് ഇന്നും എന്നും എനിക്ക് 100 അല്ല 200 അല്ല 300 അല്ല 500 അല്ല 1000% ഇവർ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ ബ്ലഷ് വിത്ത് ആഷിനെ സംബന്ധിച്ചിട്ട് 9 ഇയർ മുമ്പ് തൊട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അവരുടെ ചാനൽസൊക്കെ നിങ്ങൾ എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഈ ഇത്രയും ലോങ് ഗ്യാപ്പിൽ വരുന്ന എല്ലാ ചാനൽസും നിങ്ങൾ എടുത്ത് നോക്ക്. ഇവരൊക്കെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്, ഞാൻ പറയാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ബ്ലോഗേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് അടിച്ചോ. ഇവരൊക്കെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. എന്നാൽ ഇപ്പോൾ റീസെൻ്റ്ലി വേറെ എന്തെങ്കിലും വ്ളോഗ് ഇട്ടുകൊണ്ട് ആ വ്ളോഗ് ഇഷ്ടപ്പെട്ടുകൊണ്ട് റീച്ച് കിട്ടിയിട്ടുള്ള സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഈ കാറ്റഗറി ഓഫ് ആൾക്കാരാണ് പൈസ ഏൺ ചെയ്യാൻ വേണ്ടി അനാവശ്യമായി പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ടു ആൻ എക്സ്റ്റെൻറ്റ് ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് അവർക്കൊരു റീച്ച് കൊടുക്കുന്നത്. ആ റീച്ച് വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഓരോ പ്രൊമോഷൻസ് കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് തോന്നുന്ന സബ്സ്ക്രൈബറിനെ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. അല്ലാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരെ ഒന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പണി കിട്ടുന്നത് ഈ സബ്സ്ക്രൈബേഴ്സിനാണ്. ലാസ്റ്റ് ഇവരെല്ലാം വന്നിട്ട് കൈ നീട്ടിയിട്ട് പറയും ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഇത് വാങ്ങി യൂസ് ചെയ്യാൻ, ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഇത് കൊണ്ടുപോയി പോക്കറ്റിൽ വെക്കാൻ, നിങ്ങൾക്ക് വേണ്ടോണ്ട് നിങ്ങൾ യൂസ് ചെയ്തല്ലേ, അതിനെക്കുറിച്ച് ഞമ്മക്കൊന്നും പറയാനില്ല എന്നുള്ളതും പറയും. കൊളാബറേഷൻസ് വരാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന കോണ്ടന്റ് ഒരു വിധത്തിലും ഒരു തരത്തിലുമുള്ള റോങ് മെസ്സേജോ ഒന്നും അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് സമൂഹത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഞാൻ ട്രയൽ ആൻഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് എന്റെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സ് ഞാൻ എടുക്കാറുള്ളത്. സത്യമാണ്. ഇപ്പോഴത്തെ ബിഗിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്ളോഗേഴ്സിന് ഇത്രത്തോളം പ്രൊമോഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ 9 കൊല്ലമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എത്ര പ്രൊമോഷൻ കിട്ടും? എന്നിട്ട് ഇവർ പല പ്രൊഡക്റ്റുകളും പ്രൊമോട്ട് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദെയർ ക്വാളിറ്റി. സോ ഗൈസ് പ്ലീസ് ഡു സപ്പോർട്ട് ഓൾ ദിസ് കൈൻഡ് ഓഫ് വ്ളോഗേഴ്സ്. കാരണം അവർ പറയുന്നതിൽ കുറച്ചും കൂടെ ഒരു ജെനുവിനിറ്റി ഉണ്ടാവും. യൂസ്ലെസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് സമൂഹത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഞാൻ ട്രയൽ ആൻഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് എന്റെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സ് ഞാൻ എടുക്കാറുള്ളത്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഇത്രയും സിൻസിയറായിട്ട് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ബ്രാൻഡ് ആഴ്ചയിൽ 5 പ്രോഡക്ട്സ്, മാസത്തിൽ 25 പ്രോഡക്ട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യൂസും റീച്ചും പ്രൊമോഷൻസും ഉണ്ട്. ഇത്രയും സൂക്ഷിച്ച് ചെയ്യുന്ന എനിക്ക് വ്യൂസും കുറവാണ്, റീച്ചും കുറവാണ്. സോ ഇത് എന്താണ് എനിക്ക് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ. ഐ എം വെരി കൺഫ്യൂസ്ഡ്. ഞാൻ
ഇപ്പൊ നിങ്ങൾ പറയും എനിക്ക് വരുന്ന കുറെ കമന്റ്സ് വരാറുണ്ട്, ചേച്ചീനെ വേറെ പല ആൾക്കാരെയും ആദ്യം മുതലേ ഫോളോ ചെയ്തിട്ട് ഇപ്പൊ എല്ലാവരെയും അൺഫോളോ ചെയ്ത് എന്നെ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്, ബിക്കോസ് ഐ എം പുട്ടിങ് എന്താ പറയുക ഓത്തന്റിക് കോണ്ടന്റ്. എന്റെ എത്ര പേരാണ് എന്റെ വീഡിയോസ് കാണാറുള്ളത്, അതാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലായെന്ന് വെച്ചാൽ നെഗറ്റീവ് പബ്ലിസിറ്റി, ആൾക്കാരെ പറ്റിക്കല്, വെളുപ്പിക്കല്, ഇൻസെക്യൂരിറ്റീസ് കുത്തിവെക്കുന്ന ആൾക്കാർക്കാണ് വ്യൂസും സ്പോൺസർഷിപ്പും പൈസയും റീച്ചും ഉള്ളത്. എന്നെ പോലെ വളരെ ചുരുക്കമായിട്ടുള്ള വളരെ സൂക്ഷിച്ച് പ്രോഡക്ട്സ് എൻഡോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റീച്ചും ഇല്ല, പ്രൊമോഷനും ഇല്ല, എൻഡോസ്മെന്റ്സും ഇല്ല. അപ്പൊ നിങ്ങളാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒത്തന്റിക് ആവണോ അല്ലെങ്കിൽ ഒതന്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സജ്ജപ്പെടുത്തുന്ന ആൾക്കാർ. ബിക്കോസ് നിങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചാലും കൈയടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ എന്താ പറയാ ഒരു വലിയ എമൗണ്ട് ഓഫ് ആൾക്കാർ, വലിയ നമ്പർ ഓഫ് ആൾക്കാർ എത്ര ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും ഇവർ പറയലുണ്ട്. ബട്ട് സ്റ്റിൽ ഐ കണ്ടിന്യൂ ടു ഡു ദ സെയിം തിങ് ബിക്കോസ് എനിക്ക് പൈസ ആൾക്കാരെ പറ്റിച്ച് ഒരു പ്രാവശ്യം പോലും പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാണ്ട് റിവ്യൂ കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഐ ആം സ്റ്റിൽ ഹിയർ. മേ ബി അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വ്യൂസും ചാനലൊന്നും ഗ്രോ ആവുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ കാരണമാണ് ഇങ്ങനെ. വളരെ കറക്റ്റാണ് പറഞ്ഞതിനോട് 100% പക്കി അടിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ സാധനം എടുത്തു വെച്ചത്. അറ്റ്ലീസ്റ്റ് ഈ കഞ്ഞിയും കറിയും ചെമ്പും ഇതും ഞാൻ ഒരിക്കലും അതിനെ കുറ്റം പറയില്ല. ഫാമിലി വ്ളോഗേഴ്സായി വന്ന് ബ്യൂട്ടി പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. കാരണം അവർക്ക് കാണിക്കാനുള്ള കോണ്ടന്റുകൾ ഇതാണ്. അവർ ഇത്രത്തോളമാണ് ഈ പ്രൊഡക്റ്റിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. അവരുടെ ഈ കോണ്ടന്റുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ആ സബ്സ്ക്രിപ്ഷനും വ്യൂസും വെച്ചിട്ട് അവർ പ്രൊഡക്റ്റുകൾ പെയ്ഡായി വാങ്ങിക്കൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യാണ്. ചില ഫാമിലി വ്ളോഗേഴ്സൊക്കെ ഒരു ബർത്ത്ഡേ വരുമ്പോഴേക്ക് 2 പവൻ 3 പവൻ്റെ ഗിഫ്റ്റൊക്കെയാണ് ചില പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്, വണ്ടി വാങ്ങി കൊടുക്കുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലീൻ്റെ സെറ്റപ്പാണ്. ബട്ട് വാട്ട് ദേ ഡു ടു ദംസെൽഫ് ഓർ ടു ദെയർ ഫാമിലി എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. പത്രത്തോളം ഏണിങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി ഉണ്ടാക്കുന്നുണ്ട്. കുറ്റം പറയുന്നില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ അധ്വാനമാണ്. ഈ ഏണിങ്ങിൻ്റെ ഒരു പകുതി എന്ന് പറയുന്നത് പ്രൊമോഷൻസ് ആണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ദ പ്രൊമോഷൻ അല്ലെ ബ്യൂട്ടി കണ്ടന്റ് അല്ലെ ബ്യൂട്ടി വ്ളോഗേഴ്സ്, നിങ്ങൾ കുറച്ചും കൂടി ഏറ്റവും നല്ലത് ഡെർമാറ്റോളജിസ്റ്റിന് ഒരുപാട് ചാനൽസ് ഉണ്ട്. അല്ലെങ്കിൽ ജെനുവിനായിട്ട് ട്രൂ ആയിട്ട് റിയൽ ആയിട്ട് ഫ്രം ദ ഹാർട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ടേക്ക് ഓൺ ഇൻഫ്ലുവൻസേഴ്സ് ഡൂയിങ് പെയ്ഡ് കൊളാബറേഷൻസ് അല്ലെങ്കിൽ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സ്. ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് കൊളാബറേഷൻ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്കും ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ പോയിന്റിങ് ഓൺലി ടുവേർഡ്സ് ദ ബ്യൂട്ടി കമ്മ്യൂണിറ്റി. അതെനിക്ക് ഇതുവരേക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആകെ ബ്യൂട്ടി പ്രോഡക്റ്റ് അത് ബ്ലഷ് വിത്ത് ആഷിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ബ്യൂട്ടി വ്ളോഗേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ട്രയൽ ആൻഡ് എറേഴ്സ് സംഭവിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് ബ്യൂട്ടി. കാരണം ഇന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതലുള്ള വ്ളോഗേഴ്സ് ഏതാ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സോ കോൾഡ് ഫാമിലി കം പ്രൊമോഷൻ വ്ളോഗേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ അശ്വതിനെ തന്നെ അശ്വതി പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റർ, ഇങ്ങനത്തെ ക്രിയേറ്റേഴ്സാണ് കൂടുതലുള്ളത്. ഇവർ ചെയ്യുന്നത് ഫുള്ള് ഇതാണ്. ബാക്കിയുള്ള ഏത് സെറ്റ് ഓഫ് കോണ്ടന്റ് എടുത്ത് നോക്കിക്കോ, ഏറ്റവും കുറവ് നിങ്ങൾ ആൾക്കാരാണ്. ആൻഡ് നിങ്ങളുടെയിലാണ് കൂടുതലും ട്രയൽ ആൻഡ് എറേഴ്സ് വരുന്നത്. ഇപ്പം ഞാൻ വയനാട്ടുകാരിയായ ഒരു പെൺകുട്ടിയാണ്. ഞാൻ എല്ലാ വ്ളോഗേഴ്സിൻ്റെയും കാണാൻ പറ്റും. ചിലപ്പോൾ അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എനിക്ക് വാങ്ങി ട്രൈ ചെയ്യാനും എറർ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് നിങ്ങളുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലാതെ ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾ തന്നെയാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത് അതൊരു 10-20 തവണ യൂസ് ചെയ്തിട്ട് വീഡിയോസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ എന്താ പ്രശ്നമുള്ളത്? ഇല്ല. കിട്ടുന്നു, അന്ന് തന്നെ കവർ തുറക്കുന്നു, തേക്കുന്നു, ഗ്ലോ വന്നു എന്ന് പറഞ്ഞ് ഇടുന്നു. അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്. ഒരു 10-20 തവണ നിങ്ങൾ യൂസ് ചെയ്യും, 10-20 തവണ യൂസ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ കുറച്ചും കൂടെ രസമുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ട് പണി കിട്ടുന്നത് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ്. ഇവരെയാണ് ഭ്രാന്തമായി ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വരുമ്പോൾ ഭ്രാന്തമായി ജനങ്ങളാക്കും. വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഉള്ള പ്രൊഡക്റ്റ് കാണിക്കുക, ഗ്ലോ വരുന്നു പറഞ്ഞിട്ട് ഗ്ലോ വരാത്ത പ്രൊഡക്റ്റ് കാണിക്കുക. ഇതൊക്കെ സോ കോൾഡ് ഈ കാറ്റഗറി ഓഫ് ആൾക്കാരാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ടോപ്പിക് ആവുന്നത്. എൻഡോസ് ചെയ്യുന്നതോ പ്രൊമോട്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോഴത്തേക്കും നമ്മൾ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും റീല് കണ്ടിട്ട് ഒത്തിരി ഹോട്ടൽസ് നമ്മൾ പോണം എന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് വെൻ വി ഗോ ടു ദാറ്റ് പർട്ടിക്കുലർ ഹോട്ടൽ, ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോ, എക്സ്പ്ലോറിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ ഇൻട്രസ്റ്റിൽ നല്ല അടിപൊളി ഫുഡ് എന്നിട്ട് ഹൈപ്പ് കയറിയിട്ട് നമ്മൾ പോയി കഴിക്കുമ്പോൾ വായിൽ വെക്കാൻ കൊള്ളിലേക്കും. എന്തോരം സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കുന്നു, പോയി കഴിച്ചു നോക്കുന്നു, വായിൽ വെക്കാൻ കൊള്ളാത്ത സാധനം ഇവർ എൻഡോസ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡു യു തിങ്ക് ദേ വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ പൈസക്കാണ് ചെയ്യുന്നത്. സോ അതിനൊന്നും ആരും സംസാരിച്ച് ഞാൻ ഇതിലോട്ട് കണ്ടിട്ടില്ല. അപ്പൊ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും.
ഞാൻ തിരുവനന്തപുരത്തുള്ള 2 ഫുഡ് വ്ളോഗേഴ്സിന് എഗെയിൻസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സി ഞാനെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. മൃണാളിനെ അറിയോ എന്ന് എനിക്കറിയില്ല. മൃണാൾ വലിയൊരു ഫുഡ് വ്ളോഗറാണ്. പുള്ളീൻ്റെ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയിൽ ഞങ്ങളെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഐശ്വര്യ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹോട്ടലിൽ പോയി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വളരെ ക്ലിയറായി ജെന്യുവനായി തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ എടുത്ത് സംസാരിക്കുകയും ചെയ്യും, റിയാക്ട് ചെയ്യും. ഈവൻ ഐ ഡു. ഞാൻ പറഞ്ഞു ഈവൻ ഐ ഡു. എനിക്ക് അതിൻ്റെ വല്ല പ്രൂഫ്സോ കാര്യങ്ങളോ കണ്ടൻറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ പേജിൽ ഷെയർ ചെയ്ത് തന്നോ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നോ, ഡെഫിനറ്റ്ലി ഞാനത് എടുക്കുകയും ചെയ്യും, ഞാനത് സംസാരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ടോപ്പിക്ക് വരും, എല്ലാവരും എടുത്ത് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കാണായിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് കുറേ ഫുഡ് സ്പോട്ടുകൾ കാണിച്ചു എന്ന് കരുത്. വയനാട്ടിലുള്ള ഞാൻ ഓടിച്ചെന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് ഈ ഫുഡ് കഴിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചാൽ ചിലപ്പോൾ വാങ്ങാനുള്ള ചാൻസസ് എന്താണ് കൂടുതലാണ്. ഫുഡ് ബ്ലോഗേഴ്സ് കൂടുതലും എപ്പോഴും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തല്ല. ഇപ്പോൾ ബത്തേരിയത്ത് ഒരു 5 സ്പോട്ടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവിടെ പോയി കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ്സ് മൈ ഹോം ടൗൺ. അപ്പോൾ ബത്തേരിയത്തെ സ്ഥലത്ത് പോയി ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് തുറന്ന് പറയാം, അതിനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനത്തെ ഞാൻ ഇന്നേ വരെ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഏറ്റവും മോശമായി ഏറ്റവും വൾഗറായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഹോട്ടലിനെ പറ്റി പറയും. ഇപ്പോൾ റിവ്യൂസ് ഉണ്ട്, ഇടാൻ പറ്റുന്നതുണ്ട്, ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്നതുണ്ട്. എനിക്ക് റീസെൻ്റ്ലി ഉണ്ടായൊരു എക്സ്പീരിയൻസ്, ഞാനൊരു ഗോൾഡ് ഷോപ്പിൽ പോയി റീസെൻ്റ്ലി വയനാട്ടിൽ ഒരു എൻക്വയറിക്ക് വേണ്ടി പോയതാണ്. ഞാനവിടെ പോയി എൻക്വയറി ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. ഞാൻ എൻക്വയറി ചെയ്യാൻ പോയ സമയത്ത് എനിക്കത് എടുത്തു തരാൻ നിന്നത് വളരെ ഒരു ഫ്രഷറാണ്. ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് ഇതിനെക്കുറിച്ചൊരു പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. പുള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. ഒരു 10 to 20 minutes ഞാൻ അവിടെ പോസ്റ്റായി, പുള്ളിക്ക് അറിയാണ്ട്. 20 minutes കഴിഞ്ഞപ്പോൾ അവന് വേണ്ട കേട്ടോ പ്രൊഡക്റ്റ് ചെയ്യാൻ പോവാം. ഞാൻ അപ്പോൾ തന്നെ താഴെ പറഞ്ഞു, നമ്മളൊരു സൈഡിൽ ഗോൾഡ് നോക്കാൻ വരുന്ന സമയത്ത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ നിർത്തുക, ഫ്രഷേഴ്സിന് പ്രോപ്പറായ ട്രെയിനിങ് കൊടുത്തിട്ട് നിൽക്കുക. അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. നെവർ തിങ്ക്. ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ കോണ്ടന്റുകൾ എടുത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്, ഇയാളുടെ ഫേസ് അതിലോട്ട് പോയിട്ടാണ്. ആ പോകുന്നതൊക്കെ പൈസ അല്ലേ, വയറ്റിലോട്ട് കൂടിയാണ് ആ സാധനം പോകുന്നത്. മുഖത്തോട്ട് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വയറ്റിലേക്ക് പോയിട്ട് നമ്മുടെ പൈസ കൊള്ളില്ലെന്ന് പറഞ്ഞ് നല്ല സാധനം എന്ന് പറഞ്ഞിട്ട് പോയി കഴിക്കുമ്പോൾ പന്ന സാധനം ആകുന്നതും പറ്റിക്കലാണ്. എത്രയോ ടെക് ക്രിയേറ്റേഴ്സ് പന്ന സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്കിത് കൊള്ളാം, നല്ല സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ പന്ന സാധനമായിട്ട് എത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തുകൊള്ളിക്കുന്ന റീൽസ് നമ്മൾ കാണുന്നുണ്ട്. സോ ഒരു പ്രോഡക്റ്റ് എൻഡോഴ്സ്മെന്റ് കാര്യം വരുമ്പോഴത്തേക്കും ഇൻഫ്ലുവൻസേഴ്സിന് സംസാരിക്കുമ്പോൾ മെയിനായിട്ടും ആകെ വരുന്ന ഒരു കൈ ചൂണ്ടൽ ടുവേർഡ്സ് എ ബ്യൂട്ടി കമ്മ്യൂണിറ്റി വിച്ച് ഇസ് അൺഫെയർ. ബിക്കോസ് എല്ലാ എന്താണ് ഫീൽഡിലുള്ള ആൾക്കാർ പ്രൊമോഷൻ ചെയ്യുമ്പോഴും അവരൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി പ്രൊമോഷൻസ് ആർ നോട്ട് മീറ്റിംഗ് ദി എക്സ്പെക്ടേഷൻ. അപ്പൊ അത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ബ്യൂട്ടി എന്ന് മാത്രം പറയുന്നത് ദയവ് നിർത്തുക. ഫുഡ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും ഹോട്ടൽസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുത്ത് നമ്മൾ സംസാരിക്കുകയും ചെയ്യും. അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ബ്യൂട്ടി വ്ളോഗേഴ്സ് ബ്യൂട്ടി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എണ്ണം ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾ ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ഇൻഫ്ലുവൻസേഴ്സാണ്, അത്രത്തോളം. ഒരു 25K അബവ് ഉള്ള ആൾക്കാർക്ക് എത്ര പേർക്ക് പ്രൊമോഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ട്, എത്ര പേര് ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഈ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഐശ്വര്യ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഒരുപാട് കോണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. മാസത്തിൽ 5, 10, 20 ആണ് ഇവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളത്. ഇത് ബാക്കിയുള്ള ഫീൽഡുകളിൽ കുറവാണ്. നമ്പർ ഓഫ് ബ്യൂട്ടി വ്ളോഗേഴ്സും നമ്പർ ഓഫ് ടെക് വ്ളോഗേഴ്സും എടുക്കുക. എപ്പോഴും ബ്യൂട്ടി വ്ളോഗേഴ്സിന് എണ്ണം കൂടുതലാണ്. ബ്യൂട്ടി വ്ളോഗേഴ്സ് അല്ല, വേറെ എന്തൊക്കെയോ ചെയ്യുന്ന ടീമുകളാണ് ഈ സാധനങ്ങൾ എടുത്ത് വന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഒരു ചാനൽ ഞാൻ കണ്ടതാണ്, പക്ക കാണിക്കുന്നത് ഫുള്ള് നീണ്ടിക്കിഴങ്ങ്, പിന്നെ കൃഷി, മഞ്ഞൾ, ഇത്. പക്ഷെ ഇവരും കൊണ്ടുപോയി കാണിക്കുന്നത് എന്താ, ഇത് തേച്ചാൽ ഗ്ലോ വരും, ഈ ലിപ്സ്റ്റിക് ഇട്ടാൽ 12 മണിക്കൂർ. എനിക്കറിയില്ല ഏത് ലിപ്സ്റ്റിക്കാണ് 12 മണിക്കൂർ നിൽക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ ലിപ്സ്റ്റിക് ഇങ്ങനെ ഇട്ടതാണ്, ഞാൻ എന്തേലും ഒന്ന് കഴിച്ചാൽ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും സ്മഡ്ജായി പോകും. അങ്ങനെ നിൽക്കുന്ന ബ്രാൻഡ്സും ഉണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു 3-4 സാധനങ്ങളുണ്ടല്ലോ, എന്താ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ കാണിക്കുന്ന എൻവൈബേൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഈ എൻവൈബേൻ്റെ ലിപ്സ്റ്റിക് ഇത്രയും കാലം നിൽക്കുന്നുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? സീരിയസ്ലി ഐ ഡോണ്ട് നോ. വരുമ്പോഴത്തേക്കും ഈ ബ്യൂട്ടി കമ്മ്യൂണിറ്റി മാത്രം just keep it in mind, everybody is doing the same business. Luxury clinics and high-end treatments becoming common among creators. Do you think it sometimes creates unrealistic beauty expectations for viewers?
ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോസ് ചെയ്യേണ്ട ആൾക്കാരും വീഡിയോസ് കാണുന്ന ഓഡിയൻസിനും കുറച്ച് കോമൺ സെൻസ് ഉണ്ടാവണം. ഞാൻ കാണിക്കുന്ന അല്ലെങ്കിൽ പോട്ടെ വേറെ ഏത് ക്രിയേറ്റേഴ്സും പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും വാരി മുഖത്ത് തേക്കണോ എന്നുള്ള കാര്യം നിങ്ങൾ വേണം നിങ്ങളുടെ അടുത്തോട് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇപ്പോൾ ഞാനൊരു സംഭവം കാണിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം എനിക്കുണ്ടോ എന്ന് പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ പ്രൊഡക്റ്റ് വാങ്ങണോ വേണം. ഐശ്വര്യ ചേച്ചി പറയുന്ന ഈ സാധനത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കൊക്കെ കോമൺ സെൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കാണിക്കുന്ന ഈ കാര്യത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ചേച്ചി ഇവിടെ പറഞ്ഞ ഈ ഒരു സാധനമുണ്ട്, ഞാനൊരു പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് പറയുന്ന സാധനങ്ങൾ എനിക്കുണ്ടോ എന്ന് നോക്കിയിട്ട്, മീൻസ് ആ പറയുന്ന വ്യക്തിക്കുണ്ടോ എന്നുള്ളത് നോക്കണം എന്നുള്ള രീതി നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റിനെ കയറി പ്രൊമോട്ട് ചെയ്യുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ബ്രാൻഡഡ് സൺസ്ക്രീൻ ഈ 600 എബവ് ആയിരിക്കും റേറ്റ് വരിക. അന്നേരം ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് പറയുകയാണ് 299 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങും, ഞാൻ കഴിഞ്ഞ 2 മാസമായി ഉപയോഗിക്കുന്നു, അതെൻ്റെ സ്കിന്നിൽ ഇന്ന മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫിൽറ്റർ ഇല്ലാത്ത സ്കിന്നും ഒരു ഫിൽറ്റർ ഉള്ള സ്കിന്നും കാണിക്കുമ്പോൾ കുറേ ആൾക്കാർ അത് ഫിൽറ്റർ അതല്ലാണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർ ഇത്രയും ഹൈബ്ഡ് പ്രൊഡക്റ്റ് പറ്റാത്ത ആൾക്കാർ ഓക്കെ എന്നൊന്ന് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് പറയും. അപ്പം ഞങ്ങൾക്ക് കോമൺ സെൻസ് ഉള്ള പോലെ നിങ്ങൾക്കും കോമൺ സെൻസ് ഉണ്ടാവണം. ഇതൊരു യൂട്യൂബാണ്, എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും എൻ്റെ വ്യൂവേഴ്സ് വീഡിയോ കണ്ടതുകൊണ്ടാണ് എനിക്ക് റീച്ച് കിട്ടിയിട്ടുള്ളത്. ആ റീച്ച് വെച്ച് ഞാൻ ഈ സാധനം ചെയ്യുമ്പോൾ ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. എനിക്ക് റീസെൻ്റ്ലി ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതാണ്. ഞാൻ അവളോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എടി ഞാൻ 1-2 മാസം ഞാൻ ഈ സാധനം ഉപയോഗിക്കും, എന്നിട്ടേ ഞാൻ പ്രൊമോട്ട് ചെയ്യുമെന്ന്. ഞാൻ തെളിയിക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ഞായറാഴ്ച ഓർ തിങ്കളാഴ്ച ഞാൻ എൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. 2 മാസം കഴിയാണ്ട് ഇതിൻ്റെ പ്രൊമോഷൻ എൻ്റെ പേജിൽ വരില്ല, ഞാൻ 2 മാസമെങ്കിലും ഞാൻ യൂസ് ചെയ്യും, എനിക്ക് റിസൾട്ട് ഇല്ലാണ്ട് ഞാനത് വീഡിയോ ഇടില്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. എത്ര പേര് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇത് കാണിക്കുന്നുണ്ട്? ഇന്നലെ കിട്ടുന്നു, 2 ദിവസം കൊണ്ട് എടുത്ത് അങ്ങ് കാണിക്കുന്നു, 5 ദിവസം കൊണ്ട് PR എടുത്ത് കാണിക്കുന്നു, അക്കൗണ്ടിൽ 5000-10000 കയറുന്നു. നിങ്ങൾക്കൊരു കോമൺ സെൻസ് വേണ്ടേ? ഞങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം. നിങ്ങൾ ഫേക്ക് ആവരുത്, നിങ്ങൾ ജെനുവിൻ ആവണം എന്ന് കാണാൻ. അല്ലാണ്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തിട്ട് തേച്ചിട്ട് നിങ്ങൾക്ക് ശരിയായില്ലെങ്കിൽ അവരെ പോയി ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇറ്റ്സ് ആർ കോമൺ സെൻസ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരുടെയും ജോലിയാണ്, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോസ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. ബിക്കോസ് നത്തിങ് കംസ് ഫോർ ഫ്രീ. ഒരു ടൈപ്പ് ഓഫ് എന്റർടൈൻമെന്റും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, ഒന്നുമില്ല. പണ്ടും അതെ ഇന്നും അതെ. TV-യിൽ വരുന്ന അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നാണോ സോഷ്യൽ മീഡിയയിൽ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് കോമൺ സെൻസ് വേണം, നിങ്ങൾ ചെയ്യുന്നത് എന്തോ ശരിയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത്. തുടക്കത്തിൽ അതൊന്നുമല്ല പറഞ്ഞത്, ഇപ്പം അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ കമ്മിറ്റ്മെൻറ്റോ അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിൽക്കുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക, പോവുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം പൈസയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർ ചെയ്യും, നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഡെർമറ്റോനെ കാണിക്കുക. എന്തിനാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ആഡുകൾ, ബിൽ ബോർഡുകൾ എല്ലാം പെയ്ഡ് ആണ്. സോ അതുപോലെ തന്നെയാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യം. ബട്ട് ഇറ്റ്സ് യുവർ കോമൺ സെൻസ് ടു എന്താ പറയാ, ടു ചൂസ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് ടു സ്കിപ്പ്. സോ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ദാറ്റ്. പിന്നെ ഒരു കാര്യം എനിക്ക് വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഈ കോമൺ സെൻസ് പറഞ്ഞത് കൊണ്ട് ഞാൻ ചേച്ചി ഒരു കാര്യം ചോദിക്കുകയാണ്. എല്ലാവർക്കും ഈ സാധനം ഉണ്ടാവണം എന്നില്ല. ഇപ്പം ചേച്ചീനെയും എന്നെയും നിർത്തിയിട്ട് ഒരു 2 സൺസ്ക്രീന് കാണിച്ചു തന്നിട്ട് ഏതാ ദ ബെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നേക്കാളും അടിപൊളിയായിട്ട് ബ്ലഷ് വിത്ത് ആഷ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് യു ഹാവ് ദ നോളജ്, യു ട്രൈഡ് ഓൾ ദിസ് പ്രൊഡക്റ്റ് ആൻഡ് യു ഹാവ് ദ എക്സ്പീരിയൻസ്, റൈറ്റ്? ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ഒരു കൗൺസിലിങ്ങിന് ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് എന്നോടും ബ്ലഷ് വിത്ത് ആഷിനോടും ചെയ്യാൻ പറഞ്ഞാൽ ഞാനായിരിക്കും കുറച്ചും കൂടെ വൃത്തി ചെയ്യുക. ബിക്കോസ് ഐ എം ക്വാളിഫൈഡ് ഇൻ ദാറ്റ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സ് ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ യു ഹാവ് ദ നോളജ് എന്ന് തിങ്ക് ചെയ്യുന്നത് ദാറ്റ്സ് നോട്ട് എ റോങ് തിങ്. ബിക്കോസ് ഇറ്റ്സ് ഫോർ പാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻ്റനൻസ് അല്ലെങ്കിൽ നമ്മുടെ മന്ത്ലി മെയിൻ്റനൻസും സ്കിൻ കെയറും രണ്ടാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫേഷ്യൽസ്, ഹൈഡ്രാ ഫേഷ്യൽ, ത്രെഡിങ്, ക്ലീനപ്പ്, ഹെയർ കട്ട്, സ്പാ, ഗ്ലൂട്ട, പിന്നെ കെരട്ടിൻ ട്രീറ്റ്മെന്റ്, ഈ വക സാധനങ്ങളെല്ലാം തന്നെ മന്ത്ലി മെയിൻ്റനൻസസ് ആണ്. ആൻഡ് മോയ്സ്ചറൈസർ, സീറം, സൺസ്ക്രീൻ, ഹെയർ സീറം, ബോഡി ലോഷൻ, അതൊക്കെ നമ്മളുടെ സ്കിൻ കെയർ ആണ്. സോ ഇത് രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. ഓക്കെ, അപ്പോൾ മന്ത്ലി മെയിൻ്റനൻസ് ആർ ഒബ്വിയസ്ലി നമ്മൾ മന്ത്ലി നമുക്ക് ചെയ്യാണ്ടിരിക്കാം. ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഈ ഗ്ലൂട്ടാത്തോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ഈ പ്രൊഡക്റ്റ് തേച്ചിട്ട് എൻ്റെ സ്കിന്നിൽ ഗ്ലോ വന്നത് ഇതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഈ ഗ്ലൂട്ടാത്തോൺ ഇതൊക്കെ
സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഓരോ മാസവും എടുക്കേണ്ട സ്കിൻ മെയിൻ്റെനൻസ് ആണ്. ഇത് സ്കിൻ കെയർ ആണ്. എടാ ഐശ്വര്യ ക്വസ്റ്റ്യൻ മനസ്സിലാവായിട്ടാണോ എന്നറിയില്ല. ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മേ ബി ഐശ്വര്യ ചിലപ്പോൾ ഈ സോ കോൾഡ് ഈ കാറ്റഗറി ഓഫ് ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അറിയാത്തത്. എന്താ വിഷയം എന്ന് വെച്ചാൽ ഐശ്വര്യ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാരുകൾ ആരോടും പറയാണ്ട് വളരെ സീക്രട്ടായിട്ട് പോയിട്ട് ഈ ഗ്ലൂട്ടാത്തയോനും പിന്നെ ഈ വെളുക്കാനും അതിനും ഇതിനും വേണ്ട കുറേ സാധനങ്ങൾ മുഖത്ത് വാരി തേക്കും. ഇതൊന്നും ആരും അറിയില്ല. അത് കഴിഞ്ഞൊരു എന്നിട്ട് അവരെല്ലാ ദിവസവും പറയും എൻ്റെ സ്കിൻ ഇത്ര വെളുക്കാൻ കാരണം ഇതാണ്, ഈ നൈറ്റ് ക്രീം തേച്ചത് കൊണ്ടാണ് പിറ്റേ ദിവസത്തേക്ക് എൻ്റെ സ്കിൻ ഇതായത്. അപ്പോൾ വളരെ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ എന്നോട് പറയുകയാണെങ്കിൽ എനിക്കറിയാം എൻ്റെ സ്കിൻ ടോൺ ഒരിക്കലും വെളുത്ത് പാർപ്പിക്കാൻ പറ്റില്ല. പാർപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ വല്ല ട്രീറ്റ്മെൻറ്റും ചെയ്യണം, അല്ല എൻ്റെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ മെയിൻറ്റെയിനിങ് മാത്രമേ എൻ്റെ സ്കിന്നിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം എനിക്കറിയാം. അല്ലാണ്ട് എന്നെ വെളുപ്പിച്ച് പാർപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണേ എന്തെങ്കിലും കെമിക്കൽ ചെയ്യേണ്ടി വരും. അതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പക്ഷേ ഇത് തേച്ചാൽ വെളുത്തു എന്ന് പറഞ്ഞ് വെളുത്തൊരു മുഖം കാണിക്കുമ്പോൾ ഇന്നത്തെ ജനറേഷനിലുള്ള ഇതിനോട് താല്പര്യമുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരിൽ ഇത് വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. അവരിത് വാങ്ങി യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ച് മാസം കഴിഞ്ഞ് ഏതെങ്കിലും വ്ളോഗേഴ്സ് ഇവരെ റിയാക്ഷൻ വീഡിയോക്കാരെ വന്ന് ചെയ്ത് പറയുന്നത് ഇവർ ഗ്ലൂട്ടാത്തയോൺ ചെയ്തതുകൊണ്ടാണ് ഇവരുടെ സ്കിന്ന് റെഡിയായത്. ഇതാണ് പറഞ്ഞത്. ഞാൻ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അത് എൻ്റെ സ്കിൻ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഈ ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഷയവുമില്ല. പകരം അത് ഹൈഡ് ചെയ്ത് വെച്ച് ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് കാണിച്ചുകൊണ്ട് ഇല്ലാത്തൊരു ഇമേജ് കാണിച്ച് ഉണ്ടാക്കുന്ന ഈ പ്രൊമോഷൻ സാധനത്തിനെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ചോദ്യം ചെയ്യുന്നത്. Maybe I thought you didn't understand the question. Do you think social media has made beauty standards more unrealistic than before? Of course. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, വല്ലാണ്ട് തന്നെയുണ്ട്. പക്ഷെ അത് പണ്ടും ഇല്ലേ, പണ്ടും തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തുടങ്ങും വണ്ണം വെച്ചല്ലോ. അതന്ന് എന്ത് കണ്ടിട്ടായിരുന്നു അന്ന് അങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്? മുഖത്ത് കുരു ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ ഭയങ്കര കുരുവാണല്ലോ, ഞാനൊക്കെ എന്തോരം പുള്ളിയും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ അന്ന് ഒന്നുമില്ല, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്തായിരുന്നു അന്നത് നമ്മൾ കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ അത് കൂടി ഡെഫിനറ്റ് ആയിട്ടും കൂടിയിട്ടുണ്ട്, അതിന് ഒരു തർക്കവും ഇല്ല. തുടക്കത്തിൽ പറഞ്ഞ ആ സാധനത്തിനോട് അതാ പറയാനുള്ളത്. ബ്യൂട്ടി വേൾഡ് അല്ലെങ്കിൽ ബ്യൂട്ടി റിയാലിറ്റീനെ കംപ്ലീറ്റ് തിരിച്ചിടുന്ന ഒരു ലെവലിലോട്ട് ഇന്ന് സോഷ്യൽ മീഡിയ എത്തിയിട്ടുണ്ട്. വെളുക്കുന്ന ഒരു സാധനത്തിനെയാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത്. കുരുവിനെ മോശമാക്കുകയാണ്, പാടിനെ മോശമാക്കുകയാണ്. വെളുത്ത് കുരുവില്ലാത്ത പാടില്ലാത്ത ഫേസാണ് ദി പെർഫെക്റ്റ്. ലിപ്സ്റ്റിക്കിനെ ഹൈപ്പ് ചെയ്യാണ്, വേണ്ടെന്നല്ല, ഞാനും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിന് അതിൻ്റെതായ കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്. ലിപ് ബാം, ലിപ് ഗ്ലോസ്, ഇങ്ങനെ എന്താ പറയുക, ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് ബ്യൂട്ടി വരുന്നത്. ഇന്ന സാധനങ്ങളില്ല ബ്യൂട്ടി ഇല്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയും എൻ്റെ അമ്മയും എൻ്റെ അച്ഛമ്മയും ഒക്കെ ഈ തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ദേ ഡോണ്ട്. എന്നിട്ട് അവർക്ക് ബ്യൂട്ടി ഇല്ലേ? സോ ഭയങ്കര ബ്യൂട്ടീനെ വേറൊരു തലത്തിലോട്ട് എത്തിക്കാൻ ഈ സോ കോൾഡ് പെയ്ഡ് പ്രൊമോഷൻകാർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. What responsibility do beauty creators have towards younger audience who may compare themselves online? ഞാൻ പറഞ്ഞില്ലേ, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നമ്മളുടെ കോണ്ടന്റ് എത്രത്തോളം നല്ലതാണ്, സോഷ്യലി റെലവന്റ് എന്നൊന്നും പറയുന്നില്ല, ബട്ട് എത്രത്തോളം സേഫ് ആയിട്ടുള്ള സാധനങ്ങളാണ്, സേഫ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് നമ്മൾ യങ്ങർ ജനറേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് നല്ല ബോധം വേണം. എൻ്റെ അടുത്ത് എത്രയൊക്കെ ആൾക്കാർ വന്നിട്ട് ഹെയർ ഫോളും ആക്നേക്കും റെമഡീസ് വെച്ചിട്ട് മെജോറിറ്റി മേ ബി ഒരു 90% ആൾക്കാരോട് ഞാൻ ഡെർമാറ്റിന്റെ അടുത്ത് പോയി പറ്റി പറഞ്ഞില്ലേ, ഈ ഒരു ബോധം ഈ സോ കോൾഡ് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന കുറേ ആൾക്കാർക്കില്ല. അതുകൊണ്ടാണ് എന്നും ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒരു ടോപ്പിക്കായി മാറുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ബൈ.